Question number 20. Conic sections നിന്നുള്ള ഒരു question ആണ്. Let O be the vertex of the parabola x square equal to 4y and Q be any point on it. Let the locus of the point P, which divides the line segment OQ internally in the ratio 2:3, be the conic C. Then the equation of the chord of C, which is bisected at the point ordered pair 1,2. Okay. അപ്പൊ നോക്കിയേ മക്കളെ, ഇവിടെ ഒരു പാരബിളയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y എന്ന് പറയുന്ന പാരബിള വെർട്ടെക്സ് O ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y സ്റ്റാൻഡേർഡ് ഫോമിലുള്ള പാരബിളയാണ്, വെർട്ടെക്സ് ഒറിജിൻ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ പാരബിള ഒന്ന് വരച്ചു വെക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ് അല്ലെ, O ആയിട്ട് ഞാൻ ഒറിജിൻ മാർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന പാരബിള ഏതാണ്ട് ഇങ്ങനെയാണ് ആ പാരബിള വരിക അല്ലെ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y. എന്നിട്ട് എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ വെർട്ടെക്സ് O ആണ്. മാത്രമല്ല ക്യൂ ബി എനി പോയിന്റ് ഓൺ ഇറ്റ്. ക്യൂ എന്ന് പറയുന്നത് ഈ പാരബിളയിലെ ഏത് പോയിന്റും ആകാം. അപ്പൊ ഞാൻ പാരബിളയിലെ ഒരു പോയിന്റ് ക്യൂ എന്ന് മാർക്ക് ചെയ്തു. കണ്ടോ? ഇനി അടുത്തതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദെൻ ദ ലോക്കസ് ഓഫ് എ പോയിന്റ് പി. അടുത്തതായിട്ട് അവരൊരു പോയിന്റിന്റെ ലോക്കസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏത് പോയിന്റിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് OQ ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3. OQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ, അപ്പൊ ഇതാണ് OQ എന്നിരിക്കട്ടെ, ഈ OQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ 2:3 എന്ന് പറയുന്ന റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. ശരിയാണല്ലോ അല്ലെ. ആ പിയുടെ ലോക്കസ് ആണ് സി എന്ന് പറയുന്ന കർവ്. അങ്ങനെയാണെങ്കിൽ ആ സിയുടെ ഒരു കോഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. എങ്ങനെയുള്ള കോഡാണ്? വിച്ച് ഈസ് ബൈസെക്റ്റഡ് അറ്റ് 1,2. അപ്പോൾ ഓർഡേഡ് പെയർ 1,2 മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന ഈ സിയുടെ കോഡിന്റെ കാര്യമാണ് നമുക്ക് വേണ്ടത്. ശരിയല്ലേ? അപ്പൊ അതിനാദ്യം സി വേണമല്ലോ അല്ലെ. എന്താ സി എന്ന് പറയുന്ന കർവ്? പി എന്ന് പറയുന്ന പോയിന്റിന്റെ ലോക്കസാ. അപ്പൊ എന്താ പി എന്ന് പറയുന്നത്? അത് OQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം പി കണ്ടുപിടിക്കാം അല്ലെ. പി കണ്ടുപിടിച്ചിട്ട് ആ പിയുടെ ലോക്കസ് എടുക്കാം. എന്നിട്ട് അതാണ് സി എന്ന് പറയുന്ന കോണിക്ക് അല്ലെ. ആ സിയുടെ മിഡ് പോയിന്റ് 1,2 ആകുന്ന കോഡിന്റെ ഇക്വേഷൻ അതാണ് വേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിന്റെ ലോക്കസ് കണ്ടുപിടിക്കാം. ശരിയാണല്ലോ. പി എന്ന് പറയുന്നത് OQനെ 2:3 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഏത് പോയിന്റിന്റെ ലോക്കസ് കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ ആ പോയിന്റിനെ ഒരു ഓർഡേഡ് പെയർ H,K എന്നെടുത്തല്ലേ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, O എന്ന് പറയുന്നത് ശരിക്കും ഒറിജിനല്ലേ, ഈ പോയിന്റ് അല്ലേ O എന്ന് പറയുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ലൈൻ സെഗ്മെന്റ് ആയിട്ട് വരച്ചതേ ഉള്ളൂ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ശരിയാണല്ലോ. അതുപോലെ തന്നെ Q എന്ന് പറയുന്നത് Q പരാബിളയിലെ ഒരു പോയിന്റാണ്. ശരിയാണല്ലോ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y എന്ന് പറയുന്ന പാരബിളയിലെ ഏത് പോയിന്റും ഏത് ഫോമിലാണ് നമുക്ക് എടുക്കാൻ പറ്റുക? 280, 80 സ്ക്വയർ. ശരിയാണല്ലോ അല്ലെ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay ഏത് പോയിന്റിന്റെയും ജനറൽ ഫോം എങ്ങനെയാ? 280, 80 സ്ക്വയർ. ഇവിടെ A1 ആണല്ലോ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y എന്ന് മാത്രമേ ഉള്ളൂ. സോ A1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് എനിക്ക് എങ്ങനെ എടുക്കാം? 2t, t സ്ക്വയർ എന്ന് എടുക്കാം. ഇത് ശരിയാണല്ലോ മക്കളെ, ഉറപ്പാണല്ലോടാ. ഓക്കെ, പിയുടെ ലോക്കസ് ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഞാൻ പിയുടെ കോർഡിനേറ്റ്സ് ഒരു H,K എന്ന് എടുക്കുന്നു. ഇനി ആ എച്ചിലും കെയിലുമുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്താൽ അതായിരിക്കില്ലേ പിയുടെ ലോക്കസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് സെക്ഷൻ ഫോമുല യൂസ് ചെയ്യാം. സെക്ഷൻ ഫോമുല അനുസരിച്ചിട്ട് പി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ബൈ സെക്ഷൻ ഫോമുല പി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അത് H ആണല്ലോ. ആ എക്സ് കോർഡിനേറ്റ് നമുക്ക് എങ്ങനെയാ മക്കളെ കിട്ടുക? 2 ഇൻറ്റു അല്ലെ ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റ് പ്ലസ് 3 ഇൻറ്റു ഓയുടെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ 2 + 3. ഇതല്ലേ സെക്ഷൻ ഫോമുല. അപ്പൊ എനിക്ക് H is equal to 2 ഇൻറ്റു 2t പ്ലസ് 3 ഇൻറ്റു 0, അത് 0 ആകും, ഡിവൈഡഡ് ബൈ 2 + 3, 5 എന്ന് എഴുതിയാൽ പോരെ. അതുപോലെ തന്നെ K അല്ലെ, ഡിവൈഡ് ചെയ്ത പോയിന്റിന്റെ y കോർഡിനേറ്റ് ആയിട്ടുള്ള K എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 2 ഇൻറ്റു ക്യൂവിന്റെ y കോർഡിനേറ്റ്, അതായത് 2 ഇൻറ്റു t സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ഓയുടെ y കോർഡിനേറ്റ്, അത് 3 ഇൻറ്റു 0 ആണ്, എഴുതേണ്ട കാര്യമില്ല, ഡിവൈഡഡ് ബൈ 2 + 3. ശരിയാണല്ലോ മക്കളെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് t is equal to 5h ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം.
രണ്ടാമത്തെ കേസിൽ എനിക്ക് t² = 5k/2 എന്ന് എഴുതാം. അപ്പൊ എനിക്ക് പി എന്ന് പറയുന്ന പോയിന്റിന്റെ ലോക്കസ് ആണ് വേണ്ടത്. അതിന് നമ്മൾ പി എ ഓഡേറ്റ് പെയർ h, k എന്ന് എടുത്തു. എച്ചിലും കെയിലുമുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കി എടുത്താൽ മതിയാകും. ശരിയാണല്ലോ. പക്ഷെ ആ റിലേഷനകത്ത് എന്ത് വരാൻ പാടില്ല? പാരാമീറ്ററുകളൊന്നും വരാൻ പാടില്ല. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യൂവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടി എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ അല്ലേ. അപ്പൊ ടി എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം അല്ലെ. ടി ഉണ്ടാകാൻ പാടില്ല ലോക്കസിന്റെ ഇക്വേഷനകത്ത്. അപ്പൊ എങ്ങനെയാ ടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക? ടി എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈ ടി എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ മക്കളെ അല്ലെ. അതായത് 5h/4² = 5k/2 എന്ന് കിട്ടും. ശരിയല്ലേ. അതായത് 25h² / 16 = 5k/2 എന്നല്ലേ കിട്ടുക. അത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5h² = k എന്ന് കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ ലോക്കസ് ഓഫ് HK, therefore locus of ഓഡേറ്റ് പെയർ h, k is h മാറ്റിയിട്ട് x കൊടുക്കാം, k മാറ്റിയിട്ട് y കൊടുക്കാം. സോ 5x² = 8y എന്ന് പറയുന്നതാണ് പിയുടെ ലോക്കസ്. ഈ പിയുടെ ലോക്കസിനെ അല്ലേ സി എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോ സി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? സി എന്ന് പറയുന്നത് 5x², c = 5x² വേണമെങ്കിൽ -8y = 0 എന്ന് കൊടുത്തേക്കാം. അപ്പൊ ഇതാണ് സി എന്ന് പറയുന്ന കർവ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഈ സി എന്ന് പറയുന്ന കർവിന്റെ കോഡിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. എങ്ങനെയുള്ള കോഡാ മക്കളെ? മിഡ് പോയിന്റ് 1,2 ആയിട്ട് വരുന്ന കോഡ്. ഗിവൺ മിഡ് പോയിന്റ് വരുന്ന കോഡിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ അറിയാം. t = s1 എന്നല്ലേ അല്ലെ. കോഡ് വിത്ത് മിഡ് പോയിന്റ് x1 y1, t = s1. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ കോഡ് ഈസ് എങ്ങനെയാ മക്കളെ എഴുതുക? t = s1. എന്താ t എന്ന് പറയുന്നത്? t കിട്ടാനായിട്ട് നമ്മൾ ആ കർവിനകത്ത് x² ഉണ്ടെങ്കിൽ അത് മാറ്റി x(x1) ആക്കുക, y² ഉണ്ടെങ്കിൽ മാറ്റി y(y1) ആക്കുക, x ഉണ്ടെങ്കിൽ x + x1/2, y ആണെങ്കിൽ y + y1/2. ഈ രീതിയിൽ മാറ്റം വരുത്തിയല്ലേ നമ്മൾ t എഴുതുന്നത്, ടാൻജന്റ് എഴുതുന്നത് പോലെ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 × x² മാറ്റിയിട്ട് x(x1) കൊടുക്കാം, -8 × y മാറ്റിയിട്ട് y + y1/2 എന്ന് കൊടുക്കാം, = അടുത്ത s1. എന്താ s1 എന്ന് പറഞ്ഞാൽ? x1 y1 എന്ന് പറയുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതല്ലേ s1. അപ്പൊ നമ്മുടെ കർവിനകത്തേക്ക് x1 y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ 5x1² - 8y1 എന്നല്ലേ നമുക്ക് കിട്ടുക. ഉറപ്പല്ലേ മക്കളെ? അതായത് 5x × x1 എന്ന് പറയുന്നത് 1 അല്ലെ, y1 എന്ന് പറയുന്നത് 2 അല്ലേ. 1, 2 എന്ന് പറയുന്നതാണ് മിഡ് പോയിന്റ് ഓഫ് ദ കോഡ്. അപ്പൊ x1 y1 എന്ന് പറയുന്നത് ഓഡേറ്റ് പെയർ 1, 2. അപ്പൊ x1 പകരം 1 കൊടുക്കാം, y1 പകരം അല്ലെ ഇവിടെ 2ഉം 8ഉം കൂടെ കട്ട് ചെയ്ത് 4 ആക്കാം. 4 × y + y1 പകരം 2 കൊടുക്കാം അല്ലെ, = 5 × 1² - 8 × 2 എന്ന് കൊടുക്കാം. അപ്പൊ ഇതെന്തായിട്ട് മാറി മക്കളെ? 5x - 4y - 8 = 5 - 16 എന്നല്ലേ കിട്ടുന്നത്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 5x - 4y + 3 = 0 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ കോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5x - 4y + 3 = 0. ഓപ്ഷൻ 4 ആണെന്ന് കാണാൻ പറ്റും.